കനാലും തേക്ക് തോട്ടവും തമ്മിലൊരു ബന്ധമുണ്ട്. രണ്ടും മലബാർ കളക്ടറായിരുന്ന കനോലിയുടെ പേരിൽ അറിയപ്പെടുന്നു. ഒന്ന് കനോലി കനാലും മറ്റൊന്ന് കനോലി പ്ലോട്ടും. കനോലി കനാൽ ആദ്യഘട്ടം 1848 കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ പുഴയും കല്ലായി പുഴയും തമ്മിൽ ബന്ധിപ്പിച്ചു നിർമ്മിച്ച തോടാണ്. പുഴകളെയും ജലാശയങ്ങളെയും കനാലുകൾ നിർമ്മിച്ചു കൂട്ടിയിണക്കി കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ഒരു ജലഗതാഗത മാർഗം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. 1846 മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിർമ്മിച്ച തേക്ക് തോട്ടമാണ് കനോലി പ്ലോട്ട്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ ഈ തോട്ടം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. തേക്കുതടിയുടെ ക്ഷാമം പരിഹരിക്കുന്നതിനായി അന്നത്തെ കളക്ടർ കനോലിയുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ചാത്തുമേനോനാണ് ഈ തോട്ടം നട്ടുപിടിപ്പിച്ചത്. കനോലിയുടെ കഥ ഇവിടെ തീരുന്നില്ല. അദ്ദേഹം വധിക്കപ്പെടുകയായിരുന്നു. അക്കഥ ചുരുക്കി പറയാം. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. മുട്ടിച്ചിറ ലഹള, ചേലൂർ കലാപം, കൊളത്തൂർ ലഹള, മഞ്ചേരി കലാപം, തൃക്കാളൂർ ലഹള എന്നിങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ നടക്കുന്ന കാലം. കനോലി കളക്ടറായി അധികാരത്തിലിരിക്കുന്ന സമയം പോരാളികളുടെ നേരെ മർക്കടമുഷ്ടി പ്രയോഗിച്ച ഉദ്യോഗസ്ഥനായാണ് കനോലി അറിയപ്പെടുന്നത്. ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചമർത്തിയ കനോലിയുടെ 1852 ആയുധ നിരോധന ഉത്തരവ്, മമ്പുറം സയ്യിദ് അലവി തങ്ങൾക്കെതിരെയുള്ള നിലപാട്, ഫസൽ തങ്ങളെ നാടുകടത്തിയത്, 1854 നടപ്പാക്കിയ മാപ്പിള ഔട്ട്റേജ് ആക്ടിന്റെ മറവിൽ 7581 പേരെ അറസ്റ്റ് ചെയ്തു അന്തമാൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് നാടുകടത്തി. ഈ സംഭവങ്ങളെല്ലാം പോരാളികളെ വളരെ പ്രകോപിപ്പിച്ചു. ഇത് കാരണം HV കനാലി എന്ന സർ ഹെൻറി വാലന്റൈൻ കനോലി 1855 കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വീട്ടിൽ വെച്ച് ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധ പോരാളികളാൽ വധിക്കപ്പെട്ടുവെന്നാണ് ചരിത്രം. ഇക്കഥ ഇവിടെ അവസാനിക്കുന്നു. തുടർന്നും രസകരവും വിജ്ഞാനപ്രദവുമായ വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി ഉടനെ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.